മോഹൻ വർഗീസ്, ഇപ്പോൾ ഞാനും അവരും എന്ന രൂപത്തിൽ ശശി തരൂർ സ്വയം എങ്ങനെ കാണുന്നു, പാർട്ടി എങ്ങനെ കാണുന്നു എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ അവസാനത്തെ പ്രതികരണത്തിൽ. ഈ സമയം ഇത്രയായിട്ടും ഈ നിമിഷം വരെ തന്നെ ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഇതിൽ ക്ഷണിച്ചിട്ടുണ്ട്, ഈ ദൗത്യ സംഘത്തെ നയിക്കാൻ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പാർട്ടിയോട് ഈ സമയം എത്രയായിട്ടും ശശി തരൂർ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് ശശി തരൂർ ഉദ്ദേശിക്കുന്നത്, ശശി തരൂരിനെ കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? സ്മൃതി, ശശി തരൂരിന് ലഭിച്ച ക്ഷണത്തിൻ്റെ കാറ്റഗറിയാണ് ഇവിടെ ഒരു പക്ഷേ ചർച്ചാ വിഷയമാകേണ്ടത്. ശശി തരൂർ ഓട്ടോമാറ്റിക് പിക്ക് എന്ന നിലയിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പക്ഷേ കരുതിയത്. ഒരു പക്ഷേ അങ്ങനെയാണ് വരേണ്ടതും. അതായത് ആരാണോ പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹം ഓട്ടോമാറ്റിക്കലി ഹി ഗെറ്റ്സ് പിക്ഡ് അപ്പ് ഓട്ടോമാറ്റിക്കലി. അങ്ങനെ തരൂറിനൊരു ചാൻസ് ഉണ്ട്. പക്ഷെ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയത് കോൺഗ്രസിൻ്റെ നോമിനി എന്ന രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് ധാർമ്മികമായി തരൂറിന് കോൺഗ്രസ് നേതൃത്വത്തോട് പറയാമായിരുന്നു, ഇങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനിക്കിങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇന്ത്യയെ ഷോക്കേസ് ചെയ്യുക, അതിന് ഞാൻ ഉചിതനാണ് എന്ന് കണ്ടെത്തി, അതുകൊണ്ട് അതിനുള്ള കാര്യം അറിയിക്കുന്നു. അല്ലാതെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല എന്നതുകൊണ്ട് കോൺഗ്രസിൻ്റെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ സ്മൃതി, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രോസസ്, രണ്ട് ഔട്ട്കം. എന്തിനു വേണ്ടിയാണ് ഈ എക്സസൈസ് മുഴുവൻ? ഇറ്റ് ഈസ് ഫോർ എ ബ്യൂട്ടിഫുൾ ഗ്ലോറിയസ് ഔട്ട്കം. ഇന്ത്യയെ വിദേശ രാജ്യങ്ങളിൽ ഷോക്കേസ് ചെയ്യുക, ഇന്ത്യ എടുത്ത നിലപാടുകൾ വ്യക്തമാക്കുക. അതിൻ്റെ പിന്നിലെ ഒരു ശാസ്ത്രമുണ്ട്, രീതിശാസ്ത്രമുണ്ട്, ന്യായമുണ്ട്. ആ ന്യായം ലോകരാജ്യങ്ങളെ ബോധിപ്പിക്കുക. അതുമാത്രമല്ല, കാശ്മീർ വിഷയം ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ പരിഹരിക്കേണ്ട വിഷയമോ അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ പരിഹരിക്കേണ്ട വിഷയമോ അല്ല. കാരണം കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് അതേക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ നേതാക്കൾ ട്രംപ് അഭിപ്രായം പറയുന്നത് പോലെ കയറി അഭിപ്രായം പറയാതിരിക്കുക. ഒബ്ജക്റ്റീവ് നമ്പർ 1. 2, ഇന്ത്യ എടുത്ത ചില നിലപാടുകൾ, തീവ്രവാദത്തിനെടുത്ത ചില നിലപാടുകൾ വിശദീകരിക്കുക. പഹൽഗാം ആക്രമണത്തിന് ഉള്ള പരിഹാരം അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് എന്ന നിലയിൽ ഓപ്പറേഷൻ സിന്ധൂർ അത് നടത്തിയതിന്റെ ഒരു ഓപ്പണായിട്ട് ഒന്നും മറച്ചു വെക്കാനില്ല. ഇതാണ് ഇതൊന്നും നടാടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ശ്രീ മോഹൻ വർഗീസ്. ഇതിനു മുമ്പും ഇന്ത്യ പാക് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും ഇവിടെ നിന്ന് സർവകക്ഷി സംഘം പോയിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെയും താങ്കൾ പറഞ്ഞ പോസിറ്റീവ് ഔട്ട്കം ഉണ്ടായിട്ടുണ്ട്. 94-ലും 2008-ലും ദൗത്യ സംഘങ്ങൾ പോയല്ലോ, പോസിറ്റീവ് ഔട്ട്കം അല്ലേ ഉണ്ടായിട്ടുള്ളത്. 94-ൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ AB വാജ്പേയി പ്രതിപക്ഷ നേതാവാണ്. സൽമാൻ ഖുർഷിദും വാജ്പേയിയും അടക്കമുള്ളവരെയാണെന്ന് ജനീവയിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ വിട്ടത്. ജമ്മു കശ്മീരിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്ന പാകിസ്ഥാന്റെ പ്രമേയം, അവിടെ ആ പ്രമേയത്തെ തോൽപ്പിക്കാൻ അന്നത്തെ വാജ്പേയിയുടെ പ്രസംഗത്തിന് സാധിച്ചു. അത് സംഭവിച്ചതല്ലേ? അപ്പോൾ വാജ്പേയിയെ പാർട്ടി അറിയാതെ വാജ്പേയി അങ്ങ് വിടുകയായിരുന്നു. അങ്ങനെയല്ലല്ലോ. ഇതിലൊക്കെ ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട്. 2008-ലാകട്ടെ പാരീസ് ആസ്ഥാനമായ ആഗോള സാമ്പത്തിക കുറ്റകൃത്യ നിരീക്ഷണ സംഘടന പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽപ്പെടുത്തിയത് എങ്ങനെയാണ്? അന്നും ഇതുപോലെ ഒരു സർവകക്ഷി സംഘം പോയിട്ടാണല്ലോ. അപ്പോൾ ഇതൊക്കെ നടന്നിട്ടുള്ളതാണ് മുൻപ്. ഇതിപ്പോൾ പുതിയതായി അവതരിപ്പിക്കുക, ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആരും മിണ്ടരുത്, ഒരു എതിർ ശബ്ദവും പറയരുത്, മറ്റു അഭിപ്രായം പറയരുത്, അത് ദേശവിരുദ്ധമാകും എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയല്ലേ ശ്രീ മോഹൻ വർഗീസ്? അതുകൊണ്ടാണ് സ്മൃതി, പ്രോസസ്സിൻ്റെ നൈർമല്യം, ഔട്ട്കം മെച്ചപ്പെടണമെങ്കിൽ ആ പ്രക്രിയയും കുറ്റമറ്റതായിരിക്കണം. ആ പ്രക്രിയയിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ടത് എന്താണ്? കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം ചോദിക്കണം. നിങ്ങളുടെ ലോട്ടായി ഞങ്ങൾ കരുതുന്നത് 4 പേരെ വിടാം. മറ്റേ ഘടകകക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് NCPക്കും പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്ക് ഓരോ ആളുകളെ വീതം വിടാം. നിങ്ങൾ തീരുമാനിക്കുക. പക്ഷേ ഒരു കാര്യം ഇവിടെയുണ്ട്. നോക്കൂ, കോൺഗ്രസ് സെലക്ട് ചെയ്ത 4 പേർ ആരാണ്? അത് നമ്മൾ ആക്ച്വൽസിലേക്ക് വരികയാണ്. അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് അല്ല, മറിച്ച് അതിന് ആക്ച്വൽസിലേക്ക് വരികയാണ്. ശശി തരൂർ ഡസ് നോട്ട് ഗെറ്റ് പിക്ഡ് അപ്പ്. കോൺഗ്രസ് ശശി തരൂരിനെ പിക്ക് ചെയ്യില്ല എന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു പക്ഷേ ഒരു സൂചനയുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻ നിലപാടുകൾ അതിലേക്ക് കോൺഗ്രസിനെ എത്തിക്കും എന്ന ഒരു അഡ്മിനിഷൻ അല്ലെങ്കിൽ പ്രീമോണിഷൻ അതുണ്ട്. അതുകൊണ്ടായിരിക്കണം ശശി തരൂർ എന്തായാലും വേണം. അപ്പോൾ ഇത് നോക്കൂ, നയതന്ത്ര രംഗത്ത് നോക്കുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഏത് ഇൻകംബൻറ്റിൻ്റെയും പ്രൊറോഗറ്റീവാണ് ആരാണ് രാജ്യത്തെ പ്രതിനിധീകരിക്കേണ്ടത്
ചെയ്യേണ്ടത്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമേ ഉണ്ടാകേണ്ടതില്ല. സർവകക്ഷി സംഘം ഉണ്ടാകട്ടെ, അതിന് ഓരോ പാർട്ടികളും അവരവരുടെ ലിസ്റ്റ് തരട്ടെ. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഉചിതരെന്ന് തോന്നുന്ന പാർലമെൻറ്റ് അംഗങ്ങളെ കക്ഷി പരിഗണനകൾക്ക് അതീതമായി തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അത് പ്രൊറോഗറ്റീവാണ് ഭരണകക്ഷിയുടെ. അത് കോൺഗ്രസ് ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, അത് പ്രൊറോഗറ്റീവാണ്. പക്ഷേ ഇത്രയും വലിയൊരു സംഘം, 40 പേരടങ്ങുന്ന സംഘം, അപ്പം ഒരുപാട് സ്ലോട്ടുകളുണ്ട്. ഈ 40 പാർലമെന്റേറിയൻസിന്റെ സ്ലോട്ടിനുള്ളിൽ തരൂർ വന്നില്ല എങ്കിൽ ആരുടെയെങ്കിലും ഒരു സ്ലോട്ടിൽ വരണമല്ലോ. തരൂർ വരേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ല ശ്രീ മോഹൻ വർഗീസ്. തരൂർ വരേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. BJPക്ക്, കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ തരൂരടക്കം നിങ്ങൾ നൽകാൻ പോകുന്ന ആളുകളുടെ ലിസ്റ്റ് തരൂ, അല്ലെങ്കിൽ തരൂരിനെ വേണമെന്ന് ആവശ്യപ്പെടാമല്ലോ. അതെന്തുകൊണ്ട് കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അതിന് കാരണം പല ഘട്ടങ്ങളിലായി തരൂർ മോദിയെ പുകഴ്ത്തുന്നു, പല ഘട്ടങ്ങളിലായി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു. എന്തിനായി പാക് സംഘർഷത്തിനിടയിൽ തന്നെ 71 അല്ല 2025 എന്നെന്തിനാണ് പറയുന്നത്? 71 അല്ല 2025 എന്നെല്ലാവർക്കും അറിയുന്നതാണല്ലോ. അന്ന് എന്ത് സമീപനമാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഇവിടെ കേന്ദ്ര സർക്കാർ എടുത്തത്? നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് തുറന്നു പറയാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വരികൾക്കിടയിലൂടെ ഒളിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമേരിക്ക ഇടപെടേണ്ടതില്ല എന്ന് പറയാം. അതങ്ങനെ ആ വരിയായി പ്രധാനമന്ത്രി എന്ന് കേൾക്കാൻ രാജ്യം ആഗ്രഹിക്കുന്നുണ്ട് മോഹൻ വർഗീസ്. അത് പിന്നിൽ എന്ത് നയതന്ത്രമാണുള്ളത്? അതുകൊണ്ടാണ് സ്മൃതി, ഓൾ ഐസ് ആർ അപ്പോൺ തരൂർ. there is a personal factor also. Tharoor wants to be utilized effectively, productively. അതിനുള്ളൊരു സാഹചര്യം, അതിനാണല്ലോ ഒരു പാർട്ടി എന്നൊക്കെ. തരൂരിനെ പോലെ ഒരു വിശ്വപൗരന് ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു വെഹിക്കിളാണ്. സാധാരണ ഈ KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഉയർന്നു വന്ന് കോൺഗ്രസിൻ്റെ MP ആയ ഒരാളല്ല. അദ്ദേഹം മറ്റൊരു കരിയറിലായിരുന്നു. ഒരു ഗ്ലോബലി അക്നോളജ്ഡ് ഒരു റൈറ്ററാണ് അദ്ദേഹം. ഡിപ്ലോമാറ്റായിരുന്നു, യുണൈറ്റഡ് നേഷൻസിൻ്റെ അണ്ടർ സെക്രട്ടറി ജനറലുമായിരുന്നു. കഴിവുകളെല്ലാം കണ്ടെത്തിക്കൊണ്ട് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ക്ഷണിച്ച് കോൺഗ്രസിലേക്ക് വരുത്തിയ നേതാവാണ്. അതെ, അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും. താൻ ആയിരിക്കുന്ന ഒരു ഇടത്ത് ഒരു പരിഗണന ലഭിക്കണം. അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് കക്ഷിയാണെങ്കിലും പരിഗണന ലഭിക്കണം. ആദ്യകാലങ്ങളിൽ ആ പരിഗണന ലഭിച്ചു എന്നതുകൊണ്ടാണ് പാർലമെന്റ് അംഗത്വം ലഭിച്ചതും അദ്ദേഹത്തിന് വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം ലഭിച്ചത്. ഒരു ചെറിയ കാലഘട്ടത്തിലേക്കാണെങ്കിലും അത് ലഭിച്ചത് കോൺഗ്രസിൻ്റെ ഒരു മഹാമനസ്കത കൊണ്ട് തന്നെയാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം തഴയപ്പെട്ടു എന്നൊരു ചിന്തയുണ്ട്. പാർലമെന്റ് സീറ്റ് കൊടുത്തു, വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം കൊടുത്തു. പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുടെ, അദ്ദേഹം നൽകിയ പ്രഭാഷണങ്ങളുടെ, അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഇന്ത്യ എന്ന ഒരു ആശയത്തിന്റെ, ഒരു നവീന ഇന്ത്യ എന്ന ആശയത്തിനെ, ഈ നവീന ഇന്ത്യ എന്ന ആശയത്തിൽ ലോക സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ലോക നേതാവാണ് മോദി എന്ന് പറയുകയും ഇപ്പുറത്ത് ഇടത് സർക്കാരിനെ പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന നേതാവിനെ കോൺഗ്രസ് എങ്ങനെയാണ് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക എന്ന ചോദ്യം ആ പാർട്ടിയെ സംബന്ധിച്ചുണ്ടാകുമല്ലോ. അതായിരിക്കാം ഒരുപക്ഷെ അവർക്കുള്ള തടസ്സമായി വന്നിരിക്കുന്നത്. Debate with Smriti Parathikar.